അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമി വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഓപ്ഷൻസ് അവ്വാബീൻ, തറാവീഹ്, ലുഹ. ശരിയുത്തരം തറാവീഹ്. 2. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഓപ്ഷൻസ് തർജീഅ്, ഹൈഅല, തസ്വീബ്. ഇത് തസ്വീബാണ്. 3. അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. ഓപ്ഷൻസ് സുന്നത്ത്, ഹറാം, വാജിബ്. ശരിയുത്തരം വാജിബ്. 4. നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. ഓപ്ഷൻസ് ശുക്രിന്റെ സുജൂദ്, സഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ശരിയുത്തരം ശുക്രിന്റെ സുജൂദ്. 5. തറാവീഹ് നിസ്കാരം. ഓപ്ഷൻസ് 11 റക്അത്ത്, 20 റക്അത്ത്, 8 റക്അത്ത്. ശരിയുത്തരം 20 റക്അത്ത്. 6. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന്റെ പ്രതിഫലം. ഓപ്ഷൻസ് 500, 1000, 1,00,000. ശരിയുത്തരം 1,00,000. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. സമയമാവുക. 8. ഖിബ്ലയ്ക്ക് മുന്നിടുക. 9. ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക. 10. തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. 11. പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക. ഇപ്പുറത്ത് നോക്കൂ. എ. മസ്ജിദിൽ പാലിക്കേണ്ട അദബ്. ബി. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. സി. നിസ്കാരത്തിൽ വരുന്ന കറാഹത്ത്. ഡി. അസാനിന്റെയും ഇഖാമത്തിന്റെയും ഷർത്ത്. ഇ. അസാനിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്ത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. സമയമാവുക. ശരിയുത്തരം ഡി. അസാനിന്റെയും ഇഖാമത്തിന്റെയും ഷർത്ത്. 8. ഖിബ്ലയ്ക്ക് മുന്നിടുക. ശരിയുത്തരം ഇ. അസാനിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്ത്. 9. ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക. ശരിയുത്തരം എ. മസ്ജിദിൽ പാലിക്കേണ്ട അദബ്. 10. തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. ശരിയുത്തരം ബി. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. 11. പുരുഷൻ തലയും ചുമലും മറയ്ക്കാതിരിക്കുക. ശരിയുത്തരം സി. നിസ്കാരത്തിൽ വരുന്ന കറാഹത്ത്. ഡി, ഇ, എ, ബി, സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. അത്താഴ സമയമാണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തഹജ്ജുദ്. അത്താഴ സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. 13. മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ ഡാഷ് റക്അത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10. മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്താണ്. 14. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു ഡാഷ് വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വശക്ക സംഅഹു. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. 15. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് ഡാഷ് വർഷം അസാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 7. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അസാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. 16. ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ ഡാഷ് വരെയാണ് സുബ്ഹ് നിസ്കാരത്തിന്റെ സമയം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നത്. ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹ് നിസ്കാരത്തിന്റെ സമയം. 17. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡാഷ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഗവേഷണം. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഇസ്രാവും മിഅ്റാജും ഉണ്ടായ മാസം. ഉത്തരം റജബ്. 19. നിസ്കാരത്തിൽ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ. ഉത്തരം ഖിൻസിബ്. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ്. ഉത്തരം
മസ്ജിദ് ഖുബാ. 21. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്തുള്ള നിസ്കാരമേത്? ഉത്തരം ഇസ്തിസ്ഖാ. 22. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി? ഉത്തരം കറാഹത്ത്. 23. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ എത്ര? ഉത്തരം 4. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. നിസ്കാരത്തിനല്ലാതെ അസാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ എഴുതുക. ഉത്തരം പ്രസവിച്ചയുടനെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ അസാനും ഇടത് ചെവിയിൽ ഇഖാമത്തും ഓതൽ സുന്നത്താണ്. അതുപോലെ യാത്രക്കാരന്റെ പിറകിലും ഇപ്രകാരം സുന്നത്താണ്. 25. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ റുക്കൂയിൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യും? ഉത്തരം അവൻ ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കോ. ആർക്ക്? ഉത്തരം മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക്. 27. മഅ്മൂം അബ്ആദു സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം മഅ്മൂം അബ്ആദു സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. 28. ജമാഅത്ത് സുന്നത്തുള്ള 4 സുന്നത്ത് നിസ്കാരങ്ങൾ എഴുതുക. ഉത്തരം പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴ തേടിയുള്ള നിസ്കാരം, തറാവീഹ് തുടങ്ങിയവ. 29. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആരെ? ഉത്തരം 5 വക്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവനെ. 30. നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകളിൽ 2 എഴുതുക. ഉത്തരം അഊദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാം ഫാത്തിഹ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ തുടങ്ങുക തുടങ്ങിയവ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം. അപ്പൊ നോക്കൂ, സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹ്ർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. അത് 2 റക്അത്തുകളാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിയും വലിയ പെരുന്നാൾ നിസ്കാരം നേരത്തെയും നിസ്കരിക്കൽ സുന്നത്താണ്. അതിന്റെ ആദ്യ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലണം. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഖാഫ് അല്ലെങ്കിൽ സബ്ബിഹിസ്മ ഓതലും 2-ാം റക്അത്തിൽ ഇഖ്തറബ അല്ലെങ്കിൽ ഹൽ അത്താക ഓതലും സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷമാണ് അതിന്റെ ഖുത്ബ നിർവഹിക്കേണ്ടത്. 32. മസ്ജിദിന്റെ മഹത്വം. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവനു വേണ്ടി നിർമ്മിക്കും. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റ് മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ നബവിയിലെ ഒരു നിസ്കാരം. മറ്റ് മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ ഒരു നിസ്കാരം. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.